ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് എങ്ങാനും ദിലീപിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഒരു ടെൻഷൻ ഉണ്ട് കാർത്തിക പറയുന്നുണ്ട്. ഇനി എന്നോടുള്ള ദേഷ്യത്തിലും എന്റെ അമ്മയുടെ ദേഷ്യത്തിൽ ദിലീപേട്ടൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് വല്ലാത്തൊരു വിഷമമായിരിക്കും കല്യാണി എന്ന് പറയാണ് കാർത്തിക. അത് കേൾക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, കാർത്തിക ചേച്ചി വിഷമിക്കേണ്ട, ദിലീപേട്ടന്റെ വീടിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ വിവാഹം വരെ എന്തായാലും ഗംഗപ്രസാദ് ഇവിടെ തന്നെ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവൻ എന്തായാലും തമിഴ്നാട്ടിലേക്കൊന്നും പോകാൻ ഒരു ചാൻസ് ഇല്ല. ചേച്ചിയുടെ വിവാഹം അടുത്തുനിന്നുള്ള കാര്യം അവൻ ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാകും. പുഴക്കരയിൽ നിന്ന് ഒരു മീൻപിടുത്തക്കാരനെ പിടിച്ച് പുഴയിലേക്ക് തള്ളിയിട്ട് അയാളുടെ ഫോൺ എടുത്തിട്ടാണ് ഗംഗപ്രസാദ് ഓടി രക്ഷപ്പെട്ടത്. എന്നിട്ട് അവന്റെ കൂട്ടാളികളെയൊക്കെ വിളിച്ചു കാണുമായിരിക്കും. അതിനുശേഷം ആ ഫോൺ നശിപ്പിച്ചും കാണുമായിരിക്കും. എന്തായാലും അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ തമ്പടിച്ചിട്ടുണ്ടാവും. ചേച്ചി വിഷമിക്കേണ്ട, അവൻ ഒരാളല്ലേ ഉള്ളൂ, നമ്മൾ ഇത്ര പേരില്ലേ. എന്തായാലും ഇനിയുള്ള ദിവസം, അത് ചേച്ചിയുടെ വിവാഹം നടക്കാണ്ട് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, ഒരാഴ്ചയും ഉള്ളൂ. ആ ദിവസം നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കണം. അതിന് ചേച്ചി ഒരു ഒഴിവും പറയരുത്. ലക്ഷ്മിയമ്മ അടുത്ത് കൂടിയിട്ടാണ് ഞാൻ പറയണത്. അതിന് ഒരു ഒഴിവും പറയരുത്. പിന്നെ കല്യാണത്തിന് എന്തായാലും വേലു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം ഗംഗപ്രസാദ് എങ്ങാനും വരുവാണെങ്കിൽ വേലുക്ക് കൊല്ലണോന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പൊ ഇരിക്കുന്നത്. വേലു മാത്രല്ല, അമലുടെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. അമലും വേലും മിക്കവാറും കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഇവിടെ വരുമായിരിക്കും. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാന്നാ വിചാരിക്കണത്. അമലുവിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ മൂപ്പത്തിയുടെയും മൈൻഡ് സെറ്റ് ഒട്ടും ശരിയല്ല. അമലുക്കാണെങ്കിൽ ഒട്ടും സുഖമില്ലെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അവൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എന്ന്. എന്റെ ദൈവമേ, ആ കുട്ടി എന്താ അങ്ങനെ ചെയ്തത് എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും കല്യാണി പറയണ്ട്, അവളുടെ അച്ഛൻ മരിക്കാൻ കാരണം അവളാണെന്നൊക്കെയാ അവള് പറയണത്. അതിന് ആ കുട്ടി എന്താ ചെയ്തത്? അല്ല, ഗംഗപ്രസാദനെ വിശ്വസിച്ചില്ലേ? അവനിപ്പോ അവള് വിശ്വസിക്കാതെ അവളും കൂടി തള്ളി പറഞ്ഞെങ്കിൽ മൂപ്പൻ അത് വിശ്വസിച്ചാനേലോ. അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആ വിഷം കുടിക്കാൻ പോയ സമയത്ത്, അതായത് അച്ഛനെ തേനിൽ വിഷം ചേർത്ത് കൊടുത്ത് അതേ വിഷം തന്നെയാ അവള് കുടിക്കാൻ നോക്കിയത്. കറക്റ്റ് സമയത്ത് വേല് വന്നത് കൊണ്ട് മാത്രമാണ് അവള് രക്ഷപ്പെട്ടത്. എന്തായാലും അവൾക്ക് ഇനിയിപ്പോ കാട്ടിൽ കുറച്ചു ദിവസം ഇരിക്കാതിരിക്കണേ നല്ലത്. അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. വേലു അമലുവിനെയും അതുപോലെ തന്നെ അവിടുത്തെ മൂപ്പന്റെ ഭാര്യനെയും കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും കടവ് വരെ പോകും അവരെ കൊണ്ടുവരാനായിട്ട്. അത് നല്ല കാര്യമോ കല്യാണി, അവരെന്തായാലും ഇവിടെ കൊണ്ടുപോവാ. എന്തായാലും ഗംഗപ്രസാദ് കാരണം അവിടുത്തെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതല്ലേ, അതിന് ഒരു കണക്കിന് ഞാനും അമ്മയും കാരണമല്ലേ എന്ന് കാർത്തിക പറയുമ്പോ ചേച്ചി എന്തിനാ അവൻ ചെയ്യുന്ന കൊലപാതകത്തിനൊക്കെ കാരണക്കാരിയാന്ന് പറഞ്ഞ? എല്ലാ കല്യാണി, നിന്റെ അമ്മ മരിക്കാൻ കാരണക്കാരി സത്യം പറഞ്ഞ ഗംഗപ്രസാദ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഞാനും അമ്മയും തന്നെയാ. ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ അമ്മ ഇപ്പോഴും നിന്റെ കൂടെ ജീവനോടെ ഉണ്ടായാനെ. കല്യാണി പറയണ്ട, അപ്പൊ അച്ഛനോ? എന്റെ അച്ഛൻ ഈ സ്വഭാവ മാറ്റത്തിന് കാരണം നിങ്ങൾ വന്നത് കൊണ്ട് തന്നെയാ. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അച്ഛന്റെ സ്വഭാവം മാറില്ലായിരുന്നു, വിക്രം ജയിലിലേക്ക് ആവില്ലായിരുന്നു. അതും എന്താ ആലോചിക്കാത്തത്? അത് മാത്രല്ല, ഇപ്പത്തെ മൂപ്പ മരിച്ചതിനെ കാരണം ഗംഗപ്രസാദ് അല്ലേ. അത് ഞങ്ങൾ ഈ നാട്ടിൽ വന്നോണ്ടല്ലേ. എന്റെ ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ. എന്തായാലും അവർക്ക് നല്ല സമാധാനമായിട്ട് 2-3 ദിവസം അവരിവിടെ നിൽക്കട്ടെ, പറ്റണത്ര അവരിവിടെ നിൽക്കട്ടെ. വേലുവിനെ ഇവിടെ ജോലി കൊടുക്കാന്നൊക്കെ കിരണേട്ടൻ പറഞ്ഞതാണ്. പക്ഷേ ഇനിയിപ്പോ ആ കാട്ടിലെ മൂപ്പന്റെ സ്ഥാനം വഹിക്കേണ്ടത് വേലു ആണല്ലോ. അതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോകുമായിരിക്കും. എങ്കിലും അവർ വരുമ്പോ എല്ലാ സഹായവും അവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ ലക്ഷ്മിയമ്മ പറയണ്ട, അതേ മോളെ, നീ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനും കൂടി ചെയ്തു കൊടുക്കാം എന്ന് ലക്ഷ്മിയും പറയാണ്. അതിനുശേഷം നമ്മുടെ മനോഹരന് പരോള് കിട്ടാട്ടോ. പരോള് കിട്ടിയ മനോഹർ ആദ്യം തന്നെ തന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എവിടെന്നോ ഒരു ബൈക്കൊക്കെ അറേഞ്ച് ചെയ്യുന്ന മനോഹർ ശേഷം അവിടെ നിന്ന് നേരെ പോണത് സരയുവിന്റെ വീട്ടിലേക്കാട്ടോ. അവിടേക്ക് പോകുമ്പോഴേക്കും ആ വീട് ഇപ്പൊ അടച്ചിട്ടിരിക്കുകയാണ്. ഇവരിപ്പോ എവിടെയാണോ നിൽക്കണത് എന്നൊക്കെ ആലോചിക്കുകയാണ്. ഇനി ആ താരാന്റിയുടെ വീട്ടിലായിരിക്കോ? താരാന്റിയുടെ വീട് എവിടെയായിരിക്കും? ഒരു കാര്യം, കിരണിന്റെയും കല്യാണിന്റെ വീട്ടിലേക്ക് പോകാം എന്ന് മനോഹർ വിചാരിക്കുകയാണ്. അപ്പൊ ആ സമയമാണ് ആ വീട്ടിലേക്ക് സരിയും ഷാരിയും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. കാർത്തികനെ ലക്ഷ്മി നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കാർത്തികക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക, നെക്ലസ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് സരിയും ഷാരിയും കൂടി കേട്ടോ. അങ്ങനെ ലക്ഷ്മിയമ്മയുടെ കാർത്തികയുടെ വീട്ടിലേക്ക് അവര് വരുന്നുണ്ട്. ആ ഇതാര് സരിയോ, വാ ഇരിക്ക്, ഷാരി ഉണ്ടല്ലോ, വാ ഇരിക്ക് എന്ന് ലക്ഷ്മൺ പറയാണ്. അത് വെള്ളം എന്തെങ്കിലും എടുക്ക കൊടുക്കാൻ? അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങൾ കുടിച്ചിട്ടാ വന്നത്. കാർത്തികനെ കാണാനും ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാണ്. അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ, നിങ്ങൾ വന്നാൽ തന്നെ അത് വലിയ സന്തോഷമോ. അതല്ല എന്റെ അപ്പൊ ഷാരി പറയണ്ട, എന്റെ മോളുടെ ജീവനും ജീവിതവും രക്ഷിച്ചത് കിരണും കല്യാണിയാണ്. പ്രത്യേകിച്ച് കല്യാണിയുടെ ചേച്ചിയാണ് ഇപ്പൊ കാർത്തിക. അപ്പോ ആ ഒരു സ്നേഹം ഞങ്ങളും കാണിക്കണ്ടേ? മാത്രല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ സരയുവിനെ എന്നെയൊക്കെ വലിയ കാര്യമാണെന്ന് അറിയാം, അതുകൊണ്ടാ നേരിട്ട് വന്നത്. പിന്നെ മോൾക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ, ഗംഗപ്രസാദ് മരിച്ചു എന്ന് വെച്ചിട്ട്. അവൻ ജീവനോട് വന്നപ്പോ കുഴപ്പമില്ല മോളെ, ഇവിടെ എല്ലാവരും കൂടെ തന്നെയില്ലേ, മോൾ ടെൻഷൻ അടിക്കണ്ട, ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം മാത്രം മോൾ ആലോചിച്ചാൽ മതി എന്ന് ഷാരി പറയുമ്പോഴേക്കും ലക്ഷ്മി പറയണ്ട്, ഷാരി ഞാൻ എത്ര പ്രാവശ്യം മോളോട് പറഞ്ഞതാ, പക്ഷെ മോൾക്ക് ആകെ പേടിയാ. അവള് സ്നേഹിക്കുന്ന ആരെങ്കിലും ഇനി ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവൾക്ക്. ദിലീപിന്റെ ജീവൻ പോലും ആ ഗംഗ എടുക്കുന്നുള്ള ടെൻഷനാ എന്റെ മോൾക്ക് എന്ന് പറയുമ്പോ സരിയു പറയുന്നുണ്ട്, എനിക്ക് കാർത്തിക ചേച്ചി ഒരു കാര്യം പറയണ്ട, ഒരു കാര്യത്തിൽ വിഷമിക്കണ്ട, എല്ലാവരും കൂടെ തന്നെയില്ലേ, ഇപ്പൊ നോക്ക് സന്തോഷിക്കേണ്ട സമയമാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണ്ട് കാർത്തികേന.
അങ്ങനെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാട്ടോ. ആ സമയത്ത് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കിരണും കൂടിയിട്ട് വേലുവിനെയും അതുപോലെ തന്നെ നമ്മുടെ മൂപ്പന്റെ ഭാര്യ വല്ലീനെയും അമലുവിനെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവാൻ നിൽക്കുമ്പോഴേക്കും കല്യാണി പറയണ്ട, അയ്യോ കിരണേട്ടൻ പോവണ്ട, കാരണം ഇപ്പൊ ലക്ഷ്മിയമ്മയും കാർത്തികൊക്കെ ആകെ ടെൻഷനിലാണ്. ആ സമയത്ത് കിരണേട്ടൻ ഇവിടെ വേണം, അവിടെ നിന്ന് കടവ് കടക്കാനുള്ള കാര്യമുള്ളൂ, പിന്നെ വേലു കൂടെ ഉണ്ടാവുമല്ലോ, ഞാൻ പോയി വിളിച്ചോണ്ടെന്നോളാം. കല്യാണി നീയോ? അതിനെന്താ, ബൈജും രതീഷും വേണമെങ്കിൽ എന്റെ ഇവിടെ വന്നോട്ടെ എന്ന് പറയാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വിളിച്ചോണ്ടേ? എന്ത് കുഴപ്പം, കടവ് വേലു വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കടവ് കിടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ, ഞാൻ വിളിച്ചോണ്ട് വന്നോളാം എന്ന് പറയാണ്. അങ്ങനെ കല്യാണി ഒറ്റക്കാണ് വേലുവിനെ അമലുവിനെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോണ കേട്ടോ. അവിടെ പോകുമ്പോഴേക്കും അമലു ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂപ്പന്റെ ഭാര്യ അങ്ങനെ തന്നെ കേട്ടോ. വേലു ഇത് ചോദിക്കേണ്ട, അവരെ ഇപ്പൊ അകത്തുണ്ടെന്ന് പറയാണ്. കല്യാണി അകത്തേക്ക് കയറുമ്പോൾ അമലു പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണി അമലുവിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അമലു ഇങ്ങനെ പൊട്ടിക്കരയട്ടെ, നീ എന്തിനാ ഇങ്ങനെ കരയണത്, ഞാൻ കാണണം, എന്റെ അപ്പം മരിച്ചില്ല ചേച്ചി എന്ന് പറഞ്ഞ കരയാണ്. ഒരിക്കലും ഇല്ല മോളെ, എന്റെ അമ്മ മരിച്ചിട്ട് 2 മാസമേ ഉള്ളൂ, അതുകൊണ്ട് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും, സാരില്ല, ആ ഗംഗ അവനല്ലാത്തിനും കാരണം, നിന്റെ അപ്പനെ കൊന്നത് അവനാണല്ലോ, മൂപ്പനെ കൊന്നത്, എന്റെ അമ്മേനെ കൊന്നതും അവൻ തന്നെയാണ് എന്ന് പറയുമ്പോ അമലുക്ക് ആകെ ഷോക്ക് ആവാട്ടോ. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്, എന്റെ ചേച്ചിയുടെ വിവാഹമാണ് ഈ വരുന്ന ആഴ്ച, നിങ്ങൾ എന്തായാലും ഇവിടെ കുറച്ചു ദിവസം നിൽക്കണ്ട, നാട്ടിലേക്ക് വാ, എന്റെ വീട്ടിൽ നിൽക്കാം. വേണ്ട ചേച്ചി, എന്റെ അച്ഛന്റെ ആത്മാവ് ഇവിടെയുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്നോളാം, വേലു വരുന്നുണ്ട്, കാരണം ഗംഗ അവിടെ വരുമെന്നാ വേലു വിശ്വസിക്കുന്നത്, അവനെ കൊല്ലാനായിട്ടാ വേലു വരാന്ന് പറഞ്ഞത്, അപ്പൊ നിങ്ങൾ ആ സമയത്ത് അവിടെ വേണം, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, അമലുവിനൊരു റിലീഫ് ആവും, എന്റെ വീട്ടിൽ ഒത്തിരി പേരുണ്ട്, സംസാരിക്കാൻ ആളുണ്ട്, പിന്നെ കുഞ്ഞുങ്ങളുണ്ട്, എന്റെ കുഞ്ഞും ചേച്ചിയുടെ കുഞ്ഞൊക്കെ അവിടെയുണ്ട്, അതുകൊണ്ട് നല്ല രസമായിരിക്കും, വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ മൂപ്പന്റെ ഭാര്യ ഞാൻ വരുന്നില്ലെന്ന് പറയുമ്പോ കല്യാണി അവരെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ മൂപ്പന്റെ ഭാര്യനെ അമലുവിനെയും വേലുവിനെയും കൂട്ടിക്കൊണ്ട് കല്യാണി കടവ് കടന്ന് കല്യാണി വീട്ടിലേക്ക് കൊണ്ടുവരാട്ടോ. അപ്പൊ നമ്മുടെ അമ്മുമ്മയൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് കല്യാണത്തിന്. അപ്പൊ അമ്മുമ്മ ഇവരെ കാണുമ്പോ തന്നെ ഇതാണല്ലോ ആ പെൺകൊച്ചി, അമലു നല്ല പെൺകൊച്ചാണല്ലോ, നല്ല കുട്ടിയാണല്ലോ, എന്നാലും അവന്റെ ചതിയിൽ പോയി പെട്ടല്ലേ, സാരില്ല മോളെ, ഈ പ്രായത്തിൽ ചിലപ്പോ ചതിയിലൊക്കെ വീണെന്നിരിക്കും, മോൾക്ക് വേറെ അബദ്ധമൊന്നും പറ്റില്ലല്ലോ, അതന്നെ ദൈവഭാഗ്യം, മോളുടെ അച്ഛന്റെ അമ്മയുടെയും പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോ അമലു കരയാണ്. അത് കാണുമ്പോ തന്നെ അമ്മുമ്മക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്, ഈ പെൺകുട്ടിക്ക്, കാരണം അമ്മുമ്മ എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം അറിയാൻ പറ്റും, പെണ്ണിന്റെ മുഖവും അവരുടെ ആ ഒരു ഇതും ഗ്ലോയിങ്ങും ഒക്കെ അറിയുമ്പോ, അതായത് അവരുടെ മുഖം ആ ഒരു പ്രത്യേക ഒരു ഗർഭിണി ആകുമ്പോഴേക്കും പ്രത്യേകത ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സിംറ്റംസ് ഒക്കെ തന്നെ അമലുണ്ട്. അമലുടെ ഷർദിലൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ അമ്മമ്മക്ക് കാര്യം മനസ്സിലാവും, കല്യാണിക്ക് മനസ്സിലാവും. പിന്നെ അമലുവിന്റെ അമ്മ മൂപ്പത്തിക്ക് മനസ്സിലാവുന്നതിന് കാരണം സ്വന്തം മോളെ ഒരുപാട് വിശ്വാസമാണ്, അവർ തെറ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അവരങ്ങനെ ഇരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ വേലുക്കും അങ്ങനെ മനസ്സിലാവില്ല, അസുഖമാണെന്ന് മാത്രമേ വേലുക്ക് അറിയുള്ളൂ. പക്ഷെ നമ്മുടെ അമ്മുമ്മ സത്യം കണ്ടുപിടിക്കും, കല്യാണിയും കണ്ടുപിടിക്കും, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവളെ നോക്കുകയേ വഴിയുള്ളൂ. എന്നാലും കാട്ടിലേക്ക് കുറച്ച് നാളത്തേക്കിന് അമലുവിനെ വിടത്തില്ല, കാരണം കാട്ടിലുള്ള ആൾക്കാരൊക്കെ അറിയാലോ. പക്ഷെ വേലു എന്തായാലും അമലുവിനെ വിട്ടു പോകത്തുമില്ല. ഇനിയിപ്പോ വേലു ആ കുഞ്ഞിനെ ഏറ്റെടുക്കോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ആഴ്ച അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നല്ലൊരു പ്രൊമോ തന്നെയായിരുന്നു, നമ്മൾ വിചാരിച്ച പോലെ അവർ നാട്ടിലേക്ക് വരുന്ന പ്രൊമോ കാണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മനോഹർ വരുന്ന ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഭാഗങ്ങൾ കാണിക്കുന്ന ഒരു പ്രൊമോ ആയിരുന്നു കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.